സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഇന്ന് ഈ പ്രഭാതത്തിന് നമ്മളിവിടെ ഒന്നിക്കുന്നത്. വളരെ സർപ്രൈസിങ് ആൻഡ് അമേസിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ പുനർനിർമ്മിതിയും റീ എസ്റ്റാബ്ലിഷ്മെൻറ്റും എല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മളുടെ കിച്ചൺ ലാബും ഫ്രണ്ട് ലോബിയും ഒക്കെ ഏറ്റവും ഇംപ്രസീവായ രീതിയിൽ നിർമ്മിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു. അതിന് ഞങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇതൊരു നിസ്സാരമായ ഒരു പണിയല്ല, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. വളരെ മോഡേൺ ആയിട്ടുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളുടെ ഫ്രണ്ട് ലോബിയിൽ വരുത്തിയിരിക്കുന്ന വ്യത്യാസങ്ങളും ഒരു വലിയ അന്തർദേശീയ സ്ഥാനത്ത് നമ്മൾ ഇന്ന് കയറുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ഈ കോളേജ് എന്നും ആ ഒരു നിലവാരം പുലർത്തിയിരുന്നു. ഈ ഉദ്ഘാടന വേളയിൽ സംസാരിച്ച വയലാരും രവി സാറും ഉമ്മൻചാണ്ടി സാറും ഒക്കെ പറഞ്ഞിരുന്നത് ഇത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഒരു ഒന്നാംകിട സ്ഥാപനമായിട്ട് മാറും. ഈ കോളേജിൻ്റെ പ്രത്യേകത അത്തരത്തിലുള്ളതാണ് എന്ന്. അത് പിന്നീട് ഇവിടെ നടന്ന വലിയ സമ്മേളനങ്ങളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ഡയറക്ടേഴ്സിൻ്റെയും പ്രിൻസിപ്പൽ സാറിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തത്തിൽ വലിയ അന്തർദേശീയ സമ്മേളനങ്ങൾ ഇവിടെ നടന്നു. അതൊക്കെ കാണിക്കുന്നതും ഇതിൻ്റെ ലോക്കൽ മാനദണ്ഡങ്ങളൊക്കെ വിട്ടുമാറി വലിയ മേഖലയിലേക്ക് ഇത് കിടക്കുന്നു എന്നാണ്. നമ്മുടെ നാക്ക് വിസിറ്റേഴ്സിന് വേണ്ടി ഒരുങ്ങുകയാണ്. മംഗളകരമായ ഒരു കാര്യമാണത്. നമ്മുടെ ദൈവാരാധനക്രമത്തിലും മംഗളവാർത്ത കാലത്തിലാണ്. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വിസിറ്റേഴ്സിനെ കാണുന്നത്. അവർ തീർച്ചയായിട്ടും ഗൗരവകരമായ രീതിയിൽ ഒബ്ജക്റ്റീവായിട്ട് നമുക്കുള്ള കാര്യത്തെക്കുറിച്ചും ഇനി വേണ്ട കാര്യത്തെക്കുറിച്ചും എല്ലാം കൂടുതൽ സംസാരിക്കും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവം ആയിരിക്കേണ്ട ദിവസങ്ങളാണിത്. നിസ്സാരമായ ഒരു കാര്യമല്ല. വിസിറ്റേഷൻ അതൊരു വിലയിരുത്തലും നമുക്ക് ലഭിക്കാൻ പോകുന്നൊരു അംഗീകാരവും കൂടിയാണിത്. അതിൻ്റെ ഗ്രേഡ് എവിടെ നിന്നാലും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളതിനു വേണ്ടി കൂടുതൽ സുഭദ്രമായ രീതിയിൽ ഒരു ടീമായിട്ട് എല്ലാ മേഖലയിലും വർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹോസ്പിറ്റാലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ മറക്കരുത്. എ ഡ്രീം ഡസ് നോട്ട് ബിക്കം റിയാലിറ്റി ത്രൂ മാജിക്. ഇറ്റ് ടേക്സ് സ്വെറ്റ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. അട്ടപ്പള്ളിച്ചൻ ഇവിടെ പറഞ്ഞ കാര്യം അതാണ്. നമ്മൾ വെറുതെ വാക്കിൽ പറഞ്ഞാൽ പോരാ. ഒരു ഡ്രീമിനെ ഒരു റിയാലിറ്റിയാക്കി കൊണ്ടുവരുമ്പോൾ അതിന് കഠിനാധ്വാനം വേണം, നിശ്ചയദാർഢ്യം വേണം, ടീം വർക്ക് വേണം. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചതുകൊണ്ടാണ് ഇതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. കർട്ടിയസ് ട്രീറ്റ്മെൻറ്റ് വിൽ മേക്ക് എ കസ്റ്റമർ എ വാക്കിംഗ് അഡ്വർടൈസ്മെൻറ്റ്. കാറ്ററിംഗ് കോളേജിനെ കുറിച്ചുള്ള ഒരു ആപ്തവാക്യം അതാണ്. കർട്ടിയസ് ട്രീറ്റ്മെൻറ്റ് വിൽ മേക്ക് എ കസ്റ്റമർ എ വാക്കിംഗ് അഡ്വർടൈസ്മെൻറ്റ്. നല്ലപോലെ ഒരാളിനോട് പെരുമാറിയാൽ ആ വ്യക്തിയാണ് നമ്മളുടെ ഏറ്റവും വലിയ അഡ്വർടൈസ്മെൻറ്റ്. പിന്നെ നമ്മൾ സപ്ലിമെൻ്റ് ഇറക്കുകയോ കവലകളിൽ പ്രസംഗിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ വ്യക്തി നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, അദ്ദേഹത്തിൻ്റെ അനുഭവം എന്താണോ അത് ആയിരിക്കണം നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല കാര്യം. ഹോസ്പിറ്റാലിറ്റി ഈസ് എബൌട്ട് ലവിങ് അതേഴ്സ് വെൽ whenever or wherever the opportunity presents itself. Show your love and care. Hospitality is making your guests feel at home. ചിലപ്പോഴെല്ലാം നമുക്ക് അത് സാധിക്കാതെ പോകുന്നുണ്ട്. ഏത് മേഖലയിലും ഇവിടം കുറേ ഭേദമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഭക്ഷണത്തിന് കയറിയാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണ് ബുദ്ധിമുട്ട്. നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റിയാണ് പറഞ്ഞാൽ നമ്മൾ വളരെ കേർട്ടീസാണ്. ഓരോ കാര്യവും മെറ്റിക്കുലസായിട്ട് ഒരു സ്പൂൺ കൊണ്ടുവരുന്നു, തിരിച്ചു വയ്ക്കുന്നു, മറിച്ച് വയ്ക്കുന്നു, നാപ്കിൻ കിഴക്കോട്ട് വെക്കണം, പടിഞ്ഞാറോട്ടിരിക്കണം. നമ്മൾ 2 മിനിറ്റ് കൊണ്ട് ഇതുവരെ കഴിച്ച് പോകാൻ കൂടി പിടിച്ചാൽ വരുന്നത്. അപ്പോൾ അത് എനിക്ക് നിങ്ങളുടെ കർട്ടീസ്നെസ് കൊണ്ട് കൂടുതൽ എനിക്ക് അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾ ട്രെയിൻഡാണ്, നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളറിയാം. ഇവിടെ വലിയ സംവിധാനങ്ങളൊക്കെ വന്നപ്പോഴും പ്രിൻസിപ്പൽ സാർ
ഉൾപ്പെടെ ഇറങ്ങി ട്രീറ്റ് ചെയ്യുന്നതും വിളമ്പി കൊടുക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. It is not your customer's job to remember you. It is your obligation and responsibility to make sure they don't have the chance to forget you. നമ്മൾ പുറകെ നടന്ന് വിളിച്ചു കൂട്ടുകയല്ല. ഇവിടെ വന്നിച്ചു പോകുന്നവർക്ക് നമ്മളെ മറക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു വിടുകയാണ്. അങ്ങനെ നമ്മൾ ഒരു പ്രവർത്തന ശൈലി രൂപീകരിക്കുമ്പോഴാണ് നമ്മുടെ ഏത് സ്ഥാപനവും, പ്രത്യേകിച്ച് ഇതുപോലുള്ള കേറ്ററിംഗ് കോളേജ്, നമ്മുടെ HMCT വളരെ നല്ല രീതിയിൽ വളർന്ന് വലുതായി അതിൻ്റെ ഒരു പ്രകടമായ വളർച്ചയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ കാണുന്നത്. ഇതൊരു ഒരു ഒരു ന്യൂവസ്റ്റ് ഫെസിലിറ്റിയാണ് ഈ മേഖലയിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും. ഇറ്റലിയിൽ പോലും നമ്മൾ ഇതുപോലുള്ള സ്ഥാപനത്തിൽ കയറിയാൽ ഇത്ര വെടിപ്പും മനോഹാരിതയുമുള്ള രീതിയിൽ കാണാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ നിങ്ങളതെല്ലാം വായിച്ചും പഠിച്ചും അതിൻ്റെ ഡയമെൻഷൻസ് മനസ്സിലാക്കിയും ഒക്കെ ചിന്തിക്കുന്നതുകൊണ്ടും പ്രവർത്തിക്കുന്നതുകൊണ്ടുമാണ് ഇത് നമുക്ക് എളുപ്പത്തിൽ ഇതിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നല്ല കൂട്ടുത്തരവാദിത്തോടു കൂടി നിങ്ങൾ പെരുമാറുന്നുണ്ട്. ഈ കോളേജിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആരെങ്കിലും ഇതിനകത്തൊരു അൺഹാപ്പിനെസ്സോടുകൂടി ബന്ധപ്പെടുകയോ പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മളൊരു വൂണ്ടായിട്ട് എടുക്കേണ്ടതില്ല. യുവർ മോസ്റ്റ് അൺഹാപ്പി കസ്റ്റമേഴ്സ് ആർ യുവർ ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് ലേണിംഗ്. ഓരോ വ്യക്തി ആരെങ്കിലും ആയിക്കോട്ടെ, ഈ സ്ഥാപനവുമായിട്ടോ ഏത് സ്ഥാപനവുമായിട്ടോ ബന്ധപ്പെടുമ്പോൾ ഒരു അൺഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ സോഴ്സ് ഓഫ് ലേണിംഗ് ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു സമഗ്രമായ കാഴ്ചപ്പാടിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. യുവർ മോസ്റ്റ് അൺഹാപ്പി കസ്റ്റമേഴ്സ് ആർ യുവർ ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് ലേണിംഗ്. എന്തുകൊണ്ട് ഒരാൾ എന്നോട് അൺഹാപ്പി ആയിട്ട് അൺഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നു, അത് നമ്മൾ ചിന്തിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് ദൈവവിചാരത്തോടു കൂടി നമ്മളതിനെ സമീപിക്കുമ്പോൾ നമുക്കതൊരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷനാണ്. ആ തരത്തിൽ നമുക്ക് ഏത് സ്ഥാപനം, ഇത് വലിയൊരു സ്ഥാപനമാണ്. ഈ 2 കോളേജസും വളർന്ന് വലുതായി നമ്മുടെ രൂപതയിലും തൊട്ടടുത്തുള്ള രൂപതയും ഒക്കെ സംസാര വിഷയമാക്കുന്ന ഇരു സ്ഥാപനങ്ങളാണിത്. ഇവിടെ ധാരാളം കുട്ടികൾ ഉണ്ട് 2 കോളേജുകളിലും. അതിൻ്റെ വളർച്ചയും നമ്മൾ തരക്കേടില്ലാത്ത രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടെ നമ്മൾ വരുത്തിയിരിക്കുന്ന പ്രത്യേകിച്ച് ഈ നാക് വിസിറ്റേഴ്സിനോട് ബന്ധപ്പെട്ടുകൂടി നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൾട്ടി പർപ്പസോട് കൂടിയ ട്രെയിനിങ് ലാബാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ ഫ്രണ്ട് ലോബിയുടെ കാര്യം ഞാൻ പറഞ്ഞു. രണ്ടും വളരെയേറെ പ്രാഗൽഭ്യമുള്ള നമ്മുടെ ഈ 2 മേഖലയിൽ ഇതിൻ്റെ കള്ളിനറി കിച്ചനുമായിട്ട് ബന്ധപ്പെട്ടത്, ഹോസ്പിറ്റാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ മോഡേണായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തു. ഇതിനു വേണ്ടി വളരെയേറെ അധ്വാനിച്ച ആളുകളുടെ ഒരു ലിറ്റനി തന്നെ ബഹുമാനപ്പെട്ട അച്ഛനോട് പറഞ്ഞു. ഞാനതിലേക്ക് കൂടുതലായിട്ടൊന്നും സമയമെടുക്കുന്നില്ല. നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട സമയമായി. ഈ HMCTയുടെ നല്ല ഒരു ഇൻറ്റഗ്രിറ്റി റീഎസ്റ്റാബ്ലിഷ് ചെയ്യത്തക്ക രീതിയിൽ ഇതിനു വേണ്ടി അധ്വാനിച്ച ബഹുമാനപ്പെട്ട മാട്ടപ്പള്ളിച്ചനെയും പ്രിൻസിപ്പൽ സാറിനെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരൊരു ടീമായിട്ട് നിന്ന് നല്ലതുപോലെ 2 പേരും 2 തരത്തിലുള്ള എക്സ്പോഷേഴ്സ് ഉള്ളവരാണ്. മാട്ടപ്പള്ളിച്ചൻ റോമിൽ 6 കൊല്ലം പഠിച്ചയാളാണ്, ബാംഗ്ലൂർ 4 കൊല്ലം പഠിച്ചയാളാണ്, യുവതാ കേന്ദ്രത്തിൽ ജോലി ചെയ്തയാളാണ്, പിന്നെ അസിസ്റ്റൻ്റായിട്ടും മറ്റു കാര്യങ്ങളിലുമെല്ലാം വലിയ ഒരു ബന്ധം അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. അപൂർവമായിട്ട് ആ കോമ്പിനേഷൻ നമുക്ക് ഒരു വ്യക്തിക്ക് കിട്ടുകയുള്ളൂ. അപ്പം അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് ഇതിൻ്റെ വളർച്ചയിൽ ഉപകാരപ്പെടും. പ്രിൻസിപ്പൽ സാറ് ഇവിടെ അച്ഛൻ തന്നെ പറഞ്ഞതുപോലെ ലോകത്തിലുള്ള ഏത് വലിയ പുള്ളിയും സാറിൻ്റെ കൂട്ടുകാരാണ്. ഇറ്റാലിയൻ സാഹിബ് വന്നാൽ അങ്ങനെയാണ്, ഇംഗ്ലീഷ് സാഹിബ് വന്നാൽ അങ്ങനെയാണ്, ഫ്രഞ്ചുകാർ വന്നാൽ അങ്ങനെയാണ്. എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അവരൊക്കെ ഇത്രയും ഒരു സാമീപ്യം വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ അവരുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാറിന് സാധിച്ചു. അത് നമുക്ക് വലിയൊരു ഗിഫ്റ്റാണ് ഈ കോളേജിൻ്റെ വളർച്ചയിൽ. ഇതിനെല്ലാം വലിയ പ്രോത്സാഹനം നൽകുന്നത് ബഹുമാനപ്പെട്ട രൂപത
നാലച്ഛൻ കൂടിയായ മോൺസിഞ്ഞോർ മലയപ്പറമ്പിലാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ചെയർമാൻ. അതുവഴി അദ്ദേഹം ഈ കോളേജുമായിട്ടും എന്നും ബന്ധപ്പെടുകയും ഇതിൻ്റെ ഉത്തരവാദിത്വം കൂടെ മനസ്സിലാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന ആളാണ്. അച്ഛൻ്റെ വലിയൊരു അധ്വാനം ഈ നാളുകളിൽ എല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് കോളേജിൽ കൂടുതൽ സ്റ്റുഡൻസിന് കിട്ടുന്നതും ഇതിൻ്റെ പൊതു കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്യാൻ നല്ലതുപോലെ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട ഡയറക്ടേഴ്സിനുണ്ട്, അതുപോലെ മാനേജറുണ്ട്, കോളേജിൻ്റെ പ്രിൻസിപ്പലുണ്ട്, ബഡ്സാഴ്സുണ്ട്. ഞാൻ അവരെ എല്ലാം ഓർക്കുന്നു. ഒരൊറ്റ പാട്ട് പോലെയാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതും ഒരുപോലെ വളർന്ന് വരേണ്ടതുമാണ്. ഇതിൻ്റെ പ്രോജക്റ്റ് എല്ലാം സ്റ്റിയറപ്പ് ചെയ്ത സാറിനെ കുറിച്ചുകൂടെ പറയുകയുണ്ടായി. ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഒരു വലിയൊരു ഒരു പ്രസ്ഥാനമാണത്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ പ്രവർത്തനത്തിൻ്റെ ആ ഒരു മികവും വെടിപ്പുമാണ് നമ്മളിവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ദൈവാരാധനാക്രമത്തിൽ മംഗളവാർത്ത കാലമാണ്. മംഗളവാർത്ത ഹൃദയം കൊണ്ട് സംസാരിക്കേണ്ട കാലഘട്ടമാണ്. പരിശുദ്ധ അമ്മയുടെ മാഗ്നിഫിക്കാറ്റ് അതാണ്. സക്കറിയായുടെ ബെനഡിക്ടൂസ് വാഴ്ത്തപ്പെട്ടവൻ എന്ന കീർത്തനം അതാണ്. ഷീമോൻ്റെ നുങ്ക് ദിമിറ്റിസ് ഇപ്പോൾ എന്നെ വിട്ടയക്കണമേ എന്നുള്ള കീർത്തനവും അതാണ്. ഈ കാര്യങ്ങൾ അത് ഗദ്യ കവിതകളാണ്. അവരുടെ ഹൃദയത്തിൽ നിന്ന് പൊട്ടി ഒഴുകിയ കീർത്തനങ്ങളാണ്. ദൈവത്തെക്കുറിച്ച്, പഴയ നിയമത്തെക്കുറിച്ച്, പരാന്മിക്കുന്ന ഈശോയെക്കുറിച്ച്, ലോകത്തിൻ്റെ രക്ഷയെക്കുറിച്ച്, മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകേണ്ട സമാധാനത്തെക്കുറിച്ച് ആ 3 പാട്ടുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കണമെന്ന് പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മാഗ്നിഫിക്കാത്തും നുങ്ക് ദിമിറ്റീസും ബെനഡിക്ടൂസും. അതിൽ സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹമുണ്ട്. അതെല്ലാം നമുക്ക് നൽകുന്നത് ബെയാറ്റിറ്റ്യൂഡ്സ് ആണ്. ബെയാറ്റിറ്റ്യൂഡ്സ് കേവലം 8 വാക്യങ്ങളല്ല. അതിൻ്റെ പിന്നിൽ പറഞ്ഞിരിക്കുന്നത് ഈശോയാണ്, ദൈവമാണ്. ആ ഒരു വിചാരത്തോടുകൂടി നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദീപാരാധനാക്രമ കാലഘട്ടമാണ് മംഗള വാർത്താക്കാലം. വട്ടപ്പള്ളി അച്ഛനും ഹൃദയം നിറഞ്ഞ് തുറന്ന് സംസാരിക്കുകയായിരുന്നു. സക്കറിയ പാടിയ ബെനഡിക്ടൂസ് പോലെയായിരുന്നു അച്ഛൻ്റെ ആമുഖവാക്കുകളിൽ എനിക്ക് തോന്നിയത്. ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ഒരു സന്തോഷത്തിൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹം എല്ലാവരെയും കോർത്തിണക്കി ചേർത്ത് നിർത്തി. നമ്മുടെ ഈ ലക്ഷ്യം അതായിരിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ സംഗ്രഹിക്കും.